ഇങ്ങോട്ട് വന്നേ നീ. പോടി ഓടുന്നു. ഓടുന്നുണ്ടെങ്കിൽ ഒളിച്ചോടാതെ നിന്റെ അച്ഛൻ കാണുക ഓടണം. അതല്ലേ ഹീറോയിസം? എന്താ മോന്റെ പേര്? ജോൺകുട്ടി. അങ്കിളുടെ പേരെന്താ? എന്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ഇവളുടെ അച്ഛനാ. നിങ്ങൾ എന്നും വരാറുണ്ടോ ഇവിടെ? ജോണിന്റെ കോളേജ് മേറ്റ് ആണ്. ഇപ്പം വഴി വെച്ച് കണ്ടു. കുറച്ചേരം സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. മോർണിംഗ് വാ. അച്ഛാ, ഏത് കോളേജിലാണ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചത്? നീ പറയുന്നത് തന്നെ ആവണം അവളും പറയുന്നത്. നിനക്ക് എന്നെ കുറിച്ച് അറിയാവോ? ഇനി അവളെ കാണരുത്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. വാ ചേച്ചി, വാ. ബാല, നീ എവിടാ? സൈറസ് ക്ലൗഡ്. തൂവെള്ള മേഘമെന്ന് ഞാൻ കരുതിയിരുന്നത് വാസ്തവത്തിൽ ഒരു കറുത്ത മേഘമായിരുന്നു ബാല. നീ ഇവിടെ എത്തിയ? ഇങ്ങനെ 24 മണിക്കൂർ റിസർച്ച് ചെയ്യല്ലേ. കാർ മേഘം വെളുക്കുകയോ കറക്കുകയോ ചെയ്തിട്ട് വാ, ചായ കുടിക്കാൻ പോവാ. ചായ വേണ്ട ബാല. ഈ സമയത്ത് മറ്റത് കുടിക്കാൻ പറ്റുമോ? നീ ഇറങ്ങി വാടേ. എന്റെ പ്രവചനങ്ങളെല്ലാം തെറ്റുകയാണല്ലോ. ഇത് എന്തു പടാ ഇത്? നീ ഇപ്പൊ എവിടാ? ഞാൻ എന്റെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് ബാല. ഫ്ലാറ്റില? നീ എന്ത് പിച്ചമ്പായി പറയുന്നത്? ഫോൺ ബിന്ദുവിന്റെ കൈ കൊടുത്തേ. ബിന്ദു പോയി. അവള് പോട്ടെ, നീ ഓഫീസിൽ വാ. എങ്ങനെ വരെ? ഫ്ലാറ്റും പൂട്ടിക്കൊണ്ടാണ് അവള് പോയത്. ഞാൻ ഇതിനകത്താണ്. എന്തോ സംശയം തെറ്റി കാണും. അതാണ് അവളെ ഫ്ലാറ്റും പൂട്ടിയിട്ട് അങ്ങ് പോയത്. അവളെവിടെ പോയാ? അവൾ എങ്ങോട്ടാ പോയി? ആരുടെ കൂടെയോ പോയി. ഞാൻ പെട്ട്, എല്ലാം കൊണ്ടും പെട്ട്. രവി, ഹലോ രവി, ഇനി ഉള്ളതാണോ? ഭയങ്കര വായനയാണല്ലോടാ. പറയച്ചാ, എന്തൊക്കെയുണ്ട്? അല്ല മോളെ, നിന്റെ കൂടെ രവിയും മോളും വരുമെന്നാ ഞങ്ങൾ കരുതിയത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, രവിയേട്ടന്റെ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വരാം. വരുന്നു. എത്ര കാലം ഇത് കേൾക്കുന്നു. എന്തായാലും ചേച്ചി വന്നല്ലോ, എനിക്കത് മതി. സത്യം പറഞ്ഞാൽ അങ്ങേര് വരണമെന്ന് എനിക്കില്ല. അങ്ങേര് ഇന്ന് മഴ പെയ്യോ പെയ്യത്തില്ലയോ എന്നൊക്കെ നോക്കി അവിടെ ഇരിക്കട്ടെ. ഭദ്ര, അവനവളുടെ കൂടപ്പറപ്പല്ലേ, അവന് വിഷമുണ്ടാവില്ലേ? പിന്നെ ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയാം. വിഷമം വിചാരിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ നല്ലൊരു കോമഡി കഥാപാത്രമാണ്. ഒന്നും മിണ്ടാതിരിക്കടാ. സോറി അച്ഛാ, ചേച്ചി ഇപ്പോഴല്ലേ കിട്ടിയത്. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം പറയാം. ഭദ്രന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും അച്ഛാ. എത്ര ആലോചന അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നാ. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോയി. നിങ്ങൾക്ക് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ ഹാപ്പിയാണ് അച്ഛാ. എന്നാലും ചേച്ചി കണ്ടുപിടിച്ച ഐറ്റം ഒരു അടാറ് ഐറ്റം തന്നെയാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ഊള ഭർത്താക്കന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗായിട്ട് അളിയ, നീ ഇതിനെ കാണരുത്. അവക്കിവിടെ എന്തിൻ്റെയായിരുന്നു കുറവ്? വീടിന് വീട്, കാറിന് കാറ്, ഡ്രസ്സിന് ഡ്രസ്സ്. പിന്നെ അവക്ക് അർദ്ധരാത്രി തോന്നുമ്പോ അവളുടെ അമ്മൂമ്മയുടെ തട്ടുദോശയും ഓംലെറ്റും. ഇവിടെ ഒരു കുറവും ഞാൻ വെച്ചിട്ടില്ല. സമാനപ്പെടും, ഒരു വഴി ഉണ്ടാക്കാം.